നമ്മളെ സാധാരണ വീടുകളൊക്കെ കെട്ടുമ്പോഴേ നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ 2000 രൂപ അല്ലെങ്കിൽ 2100 അല്ലെങ്കിൽ 1000 എത്രയോ അത് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ സാധാരണ മെത്തേഡിലുള്ള ചലഞ്ച് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലേബർ എസ്റ്റിമേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ വർക്കർക്ക് ഒന്നുകിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ നല്ല ഡിസൈൻസ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ ആ നല്ല ഡിസൈൻസ് ചെയ്താൽ വർക്കർക്ക് മുതലാവില്ല, ടാലിയാവില്ല. വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് പണി കൂടും. അല്ല, ഡിസൈൻ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി കോൺട്രാക്ടർ ട്രൈ ചെയ്താലും നമ്മുടെ ഡ്രീം നടക്കാതെ പോകും. അപ്പോൾ അവിടെ കോംപ്രമൈസ് വരികയാണ്. അപ്പോൾ നമ്മൾ ഡ്രീമുകൾ നമുക്ക് ചെയ്യാൻ കഴിയാതെ വരികയാണ് സാധാരണ ലേബർ എസ്റ്റിമേറ്റ് ആകുന്നത്. അപ്പോൾ ഈ ചലഞ്ച് കണ്ടുകൊണ്ട് നമ്മുടെ R&D ഞങ്ങൾ CT ബിൽഡേഴ്സ് ആപ്പിൻ്റെ അതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വോള്യൂം ബേസ്ഡ് ആയിട്ടുള്ള ലേബർ എസ്റ്റിമേറ്റ് സ്റ്റേജ് വൈസ് സബ് സ്റ്റേജ് വൈസ് ഇടും. ആ ഓരോ സബ് സ്റ്റേജിൽ എത്ര പ്ലാസ്റ്റിക് ഉണ്ട്, എത്ര RR എത്ര എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കും. അതിൻ്റെ ക്വാണ്ടിറ്റിയിലായിരിക്കും വർക്ക് കോൺട്രാക്ട് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ വളരെ ക്ലിയർ ആയിരിക്കും അവസാനം. അപ്പോൾ ഇതുപോലെ ഈ ചലഞ്ച് ക്രോസ് ചെയ്യാൻ ഞങ്ങൾ ഈ വഴി സ്റ്റാൻഡർഡൈസേഷൻ കണ്ടുപിടിച്ചിരിക്കുക ഡീറ്റെയിൽഡ് ലേബർ എസ്റ്റിമേറ്റ്. ഇതുപോലെ ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങൾ CT ബിൽഡേഴ്സ് ആപ്പിൻ്റെ അതുകൂടെ അല്ല ചെയ്യണം, നിങ്ങൾ നേരിട്ട് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം, വളരെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡ്രീം ഹോം ആ കൺസ്ട്രക്ഷന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേജ് വൈസ് സബ് സ്റ്റേജ് വൈസ് വർക്ക് എത്ര വോള്യൂം ബേസ്ഡ്, എത്ര പ്ലാസ്റ്റിക് ഉണ്ട്, എത്ര RR ഉണ്ട്, എത്ര മറ്റേ കോൺക്രീറ്റ് ഉണ്ട്, അങ്ങനെ വോള്യൂം ബേസ്ഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു വർക്കർക്കും ബുദ്ധിമുട്ടില്ലാതെ ഒരു കോൺട്രാക്ടർക്കും ബുദ്ധിമുട്ടില്ലാതെ നമുക്കും ബുദ്ധിമുട്ടില്ലാതെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്.